ഈ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന കേരളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആന ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേലി ഇടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ തൂക്കുവേലി ഈ കമ്പി വേലിക്ക് തട്ടിയിട്ട് ചാർജ് പോവും, അതിൻ്റെ വാൽറ്റി അടക്കം പോവും, ആന വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങും. ഈ ഒരു മൺസൂൺ സീസണിൽ ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു വേലി ഇവിടെ വരുത്താനോ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു എൻട്രൻസ് അടയ്ക്കാനോ നമ്മൾ സമ്മതിക്കത്തില്ല. കർണാടക സർക്കാർ ഇത് അടച്ചാൽ ശക്തമായ ഒരു പ്രതിഷേധം കൊണ്ട് ഇതിന്റെ പുറകെ പോകും. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകും. ഇത് തടയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വഴി ബ്ലോക്കാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 47 ലക്ഷം രൂപ മുടക്കി തൂക്കുവേലി ഇട്ടിരിക്കുകയാണ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആനയും ഇറങ്ങാതിരിക്കാൻ. അതിപ്പോൾ ഈ കമ്പിവേലി വരുന്നതോടുകൂടി ഈ കമ്പിവേലി കിട്ടി തൂക്കുവേലി പോയി തട്ടിയിട്ട് ചാർജ് നഷ്ടപ്പെടും, അതോടൊപ്പം ആന വെച്ചിരിക്കുന്ന വാൽറ്റി നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ആന വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങി വീണ്ടും ഭയങ്കരമായ ശല്യം ഉണ്ടാക്കും. എന്തൊക്കെ ചെയ്തു വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഉളിക്കൽ പഞ്ചായത്തിലാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ കാലാങ്കി എന്നുള്ള ഒരു പ്രദേശത്താണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വ്യൂ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഈ കാലാങ്കി ഈ പ്രദേശത്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വലിയൊരു വെല്ലുവിളി ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഈ കാലാങ്കി ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ഫോറസ്റ്റിന്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ കർണാടക അതിർത്തിയിലാണ് ഈ പോയിന്റിന്റെ വ്യൂ കേന്ദ്രമായിട്ട് നമ്മൾ ഇവിടെ ഉള്ളത്. കർണാടക ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ മുള്ളുവേലിയിട്ട് ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി അടക്കാൻ പോവുകയാണ്. അതിന്റെ പണി കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഇവിടെ ആളുകൾക്ക് എത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നമ്മുടെ ഈ കാലാങ്കി ഭാഗത്ത് ഉണ്ടാകുന്നത്. പഞ്ചായത്ത് മെമ്പർമാരും ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇതിന്റെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഈ കാലാങ്കി വാർഡ് മെമ്പറായിട്ടുള്ള സെബാസ്റ്റ്യൻ ചേട്ടനാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയം നിലവിൽ? എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷക്കാലമായിട്ട് ഇതിപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഉളിക്കൽ പഞ്ചായത്തിൽ ആകെയുള്ളൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു 10-30 മീറ്ററേ ഉള്ളൂ ഈ പാറയിലേക്ക്. ഇപ്പം ഈ കർണാടക സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരത് കോൺക്രീറ്റ് കാല് കൊണ്ടിട്ടിട്ട് മുള്ളുവേലി വലിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ആൾ വരാതിരിക്കാനായിട്ട്. ഇപ്പം പണിയുടെ ഭാഗമായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ടൂറിസ്റ്റുകൾ വരവ് കുറഞ്ഞു. രണ്ടാമത് തന്നെ വെച്ചാൽ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് പോകും. ഇവിടെ വേറെ ആൾക്കാർക്കോ മറ്റുള്ളവർക്കോ ഒരു ശല്യം ഒന്നുമില്ല. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഏരിയ മൊത്തം കാണുന്നുണ്ടല്ലോ. എയർപോർട്ടിൻ്റെ സൈഡ് കാണാം, കണ്ണൂർ ജില്ലയുടെ മുക്കാൽ ഭാഗം കാണാം, കർണാടകത്തിൻ്റെ കുറേ മടക്കേരി തൊട്ടുള്ള ഭാഗങ്ങളെല്ലാം കാണാം. നല്ലൊരു സെൻ്ററാണിത്. ഈ കർണാടക സർക്കാർ ഇങ്ങനെ നമ്മളോട് ഈ ടൂറിസത്തിന് വേണ്ടി രണ്ട് സർക്കാർ ഒരുപാട് ബഹളം വെക്കുമ്പോൾ അതിനെ വികസിപ്പിക്കാൻ നോക്കുമ്പോൾ ഇത് ചെയ്യുന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇപ്പം ഈ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന കേരളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആന ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേലി ഇടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ തൂക്കുവേലി ഈ കമ്പി വേലിക്ക് തട്ടിയിട്ട് ചാർജ് പോവും, അതിൻ്റെ വാൽറ്റി അടക്കം പോവും, ആന വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങും. ആന ഇറങ്ങി ഈ അടുത്ത നാളുണ്ടാക്കിയ കൃഷിനാശങ്ങളൊന്നും ചെറുതല്ല. അടുത്ത വീട്ടിൽ തന്നെ 2 പശുക്കളെ ചവിട്ടിക്കൊന്നാണ്. അതേപോലെ തന്നെ ഇനി ഒരു ആന ഇറങ്ങിയാൽ എന്തുണ്ടാവുമെന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആന മതവിളകി വരുമ്പോഴാണ് ആൾനാശം ഉണ്ടാകും. അതുവരെയും ഇങ്ങനെ ഉരുണ്ട് കളിക്കുമെന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും നമ്മൾ MLA ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, നേതാക്കന്മാരുടെ എല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകും. ഇത് തടയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വഴി ബ്ലോക്കാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 വർഷക്കാലമായി ആൾക്കാർ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത്. ഇപ്പം നല്ലപോലെ ഈ വെക്കേഷൻ സമയം എൻ്റെ കുട്ടികളും കുടുംബം അടക്കം എല്ലാവരും വന്ന് പോകുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ ബ്ലോക്കാക്കിയത് ശരിയല്ല. കഴിഞ്ഞിടയ്ക്ക് കർണാടക വനവകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറി എല്ലാം വന്നിട്ട് ഇവിടെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ റോഡിന് ചെറിയ ഫണ്ട് തരാമെന്നും ഇവിടെ വാച്ച് ടവർ സ്ഥാപിക്കാനുള്ള സംവിധാനം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു 1-2 മാസമായിട്ടുള്ളൂ. അവർ ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം എല്ലാം പറഞ്ഞ് പോയതാണ്. എന്നിട്ടാണ് അവർ ഈ ചെയ്യുന്നത്. ഇത് അവരുടെ സർക്കാരിൻ്റെ അറിവോടുകൂടിയാണോ, ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ പല സ്ഥാപനങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അവർക്കതൊരു ഭീഷണി കൊണ്ടാണോ, ഇനി അതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് നമ്മൾ അറിയാതെ നമുക്ക് പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് നമ്മുടെ സംഭവം. നമ്മൾ എന്തായാലും ഇതിനെതിരെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ പോകേണ്ടടുത്ത് പോകും. ഈ വേലി ഞങ്ങൾ ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത്രയും ജനങ്ങളുടെ ഒരു ആവേശമായ ഒരു സെൻ്ററാണിത്. നാടിൻ്റെ വികസനമാണ്. ടൂറിസം മേഖലയുണ്ടെങ്കിൽ നാടിന് പല വികസന കാര്യങ്ങൾക്കും നമുക്കിവിടെ എത്തിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം. ഞങ്ങൾ എന്തായാലും ഇതിനെതിരെ വളരെ ശക്തമായ സമരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ടോ? ഇത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് കേരള റേഞ്ചർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കേരള ഫോറസ്റ്റിൻ്റെ, അതുപോലെ ഞാൻ MLA അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കർണാടക റേഞ്ചിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് പോയി അദ്ദേഹത്തെ കണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേലി തട്ടൂല, മുള്ളുവേലിയിൽ ആനവേലി തട്ടൂല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഈ കമ്പി വേലിയുടെ മുകളിലേക്ക് ഇത് ചുരുട്ടിക്കെട്ടാണ്. പക്ഷേ അതൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്ന കേസല്ല. ഇത് കേരള സർക്കാരിൻ്റെ 47 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ചുരുങ്ങിയ കിലോമീറ്റർ ഈ ആനവേലി വലിച്ചിരിക്കുന്നത്. അതുപോലെ കൃഷിക്കാരൻ്റെ 4 മീറ്റർ ബൗണ്ടറിയിൽ നിന്ന് 4 മീറ്റർ ഉള്ളിലുണ്ടായിരുന്ന സർവ്വ കൃഷി സാധനങ്ങൾ നശിപ്പിച്ചിട്ടാണ് ഇത് വലിച്ചിരിക്കുന്നത്. എത്രയോ കൃഷിക്കാരുടെ എന്തെല്ലാം നശിപ്പിച്ചെന്ന് ഒരു കൃഷിക്കാരൻ്റെ. എന്നിട്ടും സത്യത്തിൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ചാർജ് ചെയ്ത് വന്നപ്പോഴാണ് വീണ്ടും ഈ കമ്പി വേലി വന്നിട്ട് ഈ ഞങ്ങളുടെ ആന വേലിയ ഫെൻസിങ്ങിനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് നമുക്കിപ്പോൾ അടുത്തുള്ളൊരു സ്ഥലമാണല്ലോ, ഇത്ര മനോഹരമായൊരു സ്ഥലമല്ലേ, വന്നു പോകുന്നതിന് അവർ വേണമെങ്കിൽ ചെറിയ പീസ് മേടിക്കുമോ എന്തെങ്കിലും ചെയ്തോട്ടെ, അതിനും നമുക്ക് പരാതിയില്ല. പക്ഷേ ഇതാ ബ്ലോക്കാക്കാൻ നമ്മൾ സമ്മതിക്കും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ രണ്ടാമത്തെ ഉയരം കൂടിയ സ്ഥലമാണ് കാലാങ്കി എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് പൈതൽമലയാണ് വരുന്നത്. പൈതൽമലയ്ക്ക് ശേഷം ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട്, നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ വ്യൂ പോയിന്റ്, അളകാപുരി വെള്ളച്ചാട്ടം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴും കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ സ്ഥലമാണ് നമ്മുടെ കാലാങ്കി എന്ന് പറയുന്നത്. ഇവിടെ നിന്നാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബാരാപ്പോളി ജലവൈദ്യുത പദ്ധതി, അതുപോലെ 90% നമ്മൾ കൂർഗിൻ്റെ വനമേഖലകളാണ് ഇവിടുന്ന് കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ക്ലൗഡ് ബെഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അത് നമുക്ക് കിട്ടുന്ന മെയിൻ വ്യൂ പോയിൻ്റാണ് ഈ കാലാങ്കി വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇതൊക്കെ കാണാനാണ് കൂടുതലും ചെറുപ്പക്കാരടങ്ങുന്ന ഫാമിലീസ് അടങ്ങുന്ന ഒരുപാട് പേര് ഇവിടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു മൺസൂൺ സീസണിൽ ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു വേലി ഇവിടെ വരുത്താനോ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു എൻട്രൻസ് അടയ്ക്കാനോ നമ്മൾ സമ്മതിക്കത്തില്ല. അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ കടകൾ, ഒരുപാട് കടകളും അതുപോലെ 2-3 ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ളവർക്ക് അവരുടെ കച്ചവടത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ ഇങ്ങോട്ടേക്കുള്ള ടാക്സി സർവീസുകൾ, നമ്മുടെ റോഡിൻ്റെ വികസനങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിൽ കൂടെ പോകുന്നത് തന്നെ നമ്മുടെ പഞ്ചായത്ത് റോഡാണ്. പക്ഷേങ്കിൽ വർഷങ്ങളായി, എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഈ റോഡിന് ഒരു പുരോഗതിയില്ല, ഒരു ടാറിങ്ങോ ഒരു മെയിൻ്റനൻസോ ഒന്നുമില്ല. ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ നമ്മുടെ മെമ്പർ അടങ്ങുന്ന ആൾക്കാരും ഒക്കെ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്, വലിയ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ ആൾക്കാരും അവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് അവരുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് അവർ റോഡിന് മെയിൻ്റനൻസ് ചെയ്യുന്നതല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സഹായം പോലും നമുക്ക് ഈ വഴിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾ. നമുക്ക് ഈ വ്യൂ പോയിൻ്റ് നിലവിൽ വന്നാൽ നമുക്ക് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഫുൾ സപ്പോർട്ടുണ്ട്. എല്ലാവരുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നത് ഈ കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു ഏകദേശം ഒരു 10-20 മീറ്റർ ഉള്ളിൽ മാത്രമാണ് ഈ വ്യൂ പോയിൻ്റ് നിൽക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് ഇവിടെ വന്ന് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു തരിക എന്നുള്ളതാണ്. അത് കർണാടക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ഇവിടെ ഞങ്ങൾ ഈ കർണാടക സർക്കാർ ഇത് അടച്ചാൽ ശക്തമായൊരു പ്രതിഷേധവും കൊണ്ട് ഇതിൻ്റെ പുറകെ പോകും. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ട് പോലും ഇതിനനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കും. ഒരുപാട് ആൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം അത് ചുരുങ്ങി. അതുകൊണ്ട് ഈ പോയിന്റ് ഒന്ന് വേലുകെട്ടി തിരിച്ചാൽ തന്നെ സുരക്ഷിതാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സമര പ്രതിഷേധ പ്രക്ഷോഭമായിട്ട് തന്നെ പോകാനാണ് ഈ കാലാങ്കി പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് മനസ്സിലാകും, ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, ഇത് സംരക്ഷിച്ച് നിലനിർത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം, ടൂറിസ്റ്റ് മേഖലയ്ക്ക് ടൂറിസ്റ്റ് പ്ലാറ്റ്ഫോം വളർത്തിയെടുക്കാനും ടൂറിസ്റ്റ് മേഖലയെ ശക്തിപ്പെടുത്താനും ഒട്ടനവധി സ്കീമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൂറിസം വകുപ്പും എല്ലാം തന്നെ. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ, നിരവധി ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലം സംരക്ഷിക്കേണ്ടതിൻ്റെ അത്യാവശ്യത ഇവിടുത്തെ ജനങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയൊക്കെ MLA അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് കാണാൻ ഒട്ടനവധി വിവിധ പ്രദേശത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ വന്നൊരു മാഡം നമ്മുടെ കൂടെയുണ്ട്. എവിടുന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ അഴീക്കോടുന്നാണ് വരുന്നത്. ഞാൻ ഇത് കൂടുതലായി ഇൻസ്റ്റയിലാണ് കണ്ടിട്ടുള്ളത്. കാരണം റീൽസും കൂടുതൽ കണ്ണൂർ മെയിനായിട്ടുള്ളത് കാലങ്കി വ്യൂ പോയിന്റ്, പിന്നെ വാട്ടർഫോളൊക്കെ കാണാൻ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നതാണ്. എൻ്റെ 1-2 ഫ്രണ്ട്സും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, അവരെ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇത് നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു.
കാരണം ഇപ്പോൾ കർണാടക സർക്കാർ ഇത് അടക്കാൻ പോക്കാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ പറഞ്ഞതിന് ശേഷം അറിയുന്നത് നല്ല ഭംഗിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ടൗൺ ഏരിയയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇത് കണ്ണിന് കുളിർമയുള്ളൊരു സംഭവമാണിത്. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ വാട്ടർഫോൾ ആണെങ്കിലും ഇങ്ങനെ സൈറ്റ് സീയിങ് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇടുക്കിയിൽ നിന്ന് ഈ വ്യൂ പോയിന്റ് കാണാൻ വന്ന ഒരു സുഹൃത്തുണ്ട്. ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. യെസ് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. മെയിനായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി ആ ഇൻസ്റ്റ വഴിയൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫെൻസിങ്ങും ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്ന കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ വരുന്ന വിനോദസഞ്ചാരികൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും വരാനും പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അധികൃതർ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇത് കൂടുതൽ കുറച്ചും കൂടെ നമുക്കൊരു ഈ ഒരു ഏരിയനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ മെച്ചപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ, കേരള വനവകുപ്പ് പിന്നെ 47 ലക്ഷം രൂപ മുടക്കി തൂക്കുവേലിട്ടിരിക്കുകയാണ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങാതിരിക്കാൻ. ഒരു കാലഘട്ടത്ത് കർണാടക ഫോറസ്റ്റിൽ നിന്ന് നിരന്തരം ആന ഇറങ്ങി ആളുകളുടെ വീടിൻ്റെ മുറ്റത്തോടെയും അതുപോലെ പശുക്കളെ ചവിട്ടി കൊന്നതും ഒക്കെ ഭീഷണിയാണ്. നമുക്ക് റോഡെ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ വന്നാൽ ആൾനാശം വരെ സംഭവിക്കാൻ വലിയ താമസമില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ചെയ്ത ഈ തൂക്കുവേലി ഇപ്പം അത് ചാർജുള്ളതാണ്. അതിപ്പോൾ ഈ കമ്പിവേലി വരുന്നതോടുകൂടി ഈ കമ്പിവേലി കിട്ടി ഈ തൂക്കുവേലി പോയി തട്ടിയിട്ട് ചാർജ് നഷ്ടപ്പെടും, അതോടൊപ്പം ആന വെച്ചിരിക്കുന്ന ബാറ്ററി നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ആന വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങി വീണ്ടും ഭയങ്കരമായ ശല്യം ഉണ്ടാക്കും. എന്തൊക്കെ ചെയ്തു വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ തൂക്കുവേലി കൂടെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നമ്മുടെ ജീവനും സ്വത്തിനുമാണല്ലോ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിവിടെ എത്ര നഷ്ടം വന്നാലും ഞങ്ങൾ തൂക്കുവേലി സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമാണ്. അതായത് തൂക്കുവേലിക്ക് ഒരുപാട് കൃഷിക്കാരുടെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് ഇത് വന്നേക്കുന്നത്. കർണാടക ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ നിന്നും 4 മീറ്റർ അകലെയുള്ള സർവ്വ കൃഷികളും നശിപ്പിച്ച്, അതായത് തൂക്കുവേലി മരങ്ങൾ തട്ടാൻ പാടില്ല എന്നുള്ള കാരണത്തിൽ അത് മുറിച്ച് തേക്കായാലും കപ്ലാവായാലും തെങ്ങെല്ലാം റബ്ബറൊക്കെ മുറിച്ച് നശിപ്പിച്ചിട്ടാണ് ഈ തൂക്കുവേലി വന്നിരിക്കുന്നത്. അതും ഈ കമ്പിവേലി വരുന്ന സാഹചര്യത്തിൽ ഈ തൂക്കുവേലിയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഈ തൂക്കുവേലി സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത്. ഇത് കർണാടക അതിർത്തിയാണ്. അപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്കുള്ള മെയിൻ കവാടം തന്നെയാണ് ഈ വഴി പോകുന്നത്. അതാണ് ഇപ്പോൾ വേലി കെട്ടി അടക്കാൻ പോകുന്നത്. ഇത് മുന്നിൽ തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫെൻസിങ്, അല്ല ആന വരുന്നതുമായി ബന്ധപ്പെട്ട് ഫെൻസിങ് കെട്ടിയിട്ടുള്ളത്. ഇത് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് ഉചിതമായ ഒരു നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും അഭിപ്രായം. ക്യാമറമാൻ നവനീതനൊപ്പം അഫ്ലഹ്, ഏഷ്യാനെറ്റ് ന്യൂസ്.